ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മീനാക്ഷി നമ്മുടെ ശ്രീദേവിക്കുള്ള ഭക്ഷണമായിട്ട് മുറിയിലേക്ക് വന്നിട്ടുണ്ട്. ദേവി പറയാണ്, എനിക്കിപ്പോൾ ഒന്നും വേണ്ട മോളേന്ന്. പക്ഷെ അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. അമ്മ പ്രത്യേകം പറഞ്ഞിട്ടാണ് പോയത്. ഏട്ടത്തീരെ കാര്യങ്ങളെല്ലാം നല്ലപോലെ നോക്കിക്കോണമെന്ന്, കൃത്യസമയത്തിന് ഭക്ഷണം തരണം എന്നൊക്കെ. ഞാൻ ഒന്നാമത് ഇന്ന് ജോലിക്കൊന്നും പോയിട്ടില്ല. ചേച്ചിയെ നോക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്, അറിയോ? എന്നല്ലേ എനിക്ക് വേണ്ടടി. വേണം ഏട്ടത്തി, ഇത് കഴിക്കണം, ഞാനേ വാരിത്തരാം. അങ്ങനെ മീനാക്ഷി ശ്രീദേവിക്ക് വായിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. വേണ്ടാന്ന് പലതവണ പറയുമ്പോഴും എന്താ ഞാൻ വാരിത്തന്ന കഴിക്കത്തില്ലേ, നാണാവും അല്ലേ? അങ്ങനെയൊന്നും ഇല്ലടി എന്നും പറഞ്ഞ് അങ്ങനെ വാരി കൊടുക്കാൻ കേട്ടോ മീനാക്ഷി ശ്രീദേവിക്കും. അന്നേരമാണ് മീനാക്ഷി പറയുന്നുണ്ട്, ഈ സമയത്ത് നമ്മുടെ മിത്ര കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു അല്ലേ ഏട്ടത്തിന്ന് പറയാ. അത് ശരിയാ, അവളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവളെ ട്രെയിനിങ്ങിന് പോയിരിക്കുകയല്ലേ, പോട്ടെ, അവളുടെ ആഗ്രഹം സാധിച്ചെടുക്കട്ടെ. അവളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് പോലീസ് ആവാന്നുള്ളത്. അതിനുവേണ്ടി അവൾ കഷ്ടപ്പെടുന്നുണ്ടല്ലോ, അത് അവൾ സാധിച്ചെടുക്കുക തന്നെ ചെയ്യും. വരട്ടെ, വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒത്തുകൂടാം, അതല്ലേ നല്ലത്. അങ്ങനെ അവരിങ്ങനെ സന്തോഷിക്കാനുണ്ടോ. ഇതിനിടയ്ക്ക് പെട്ടെന്ന് തന്നെ ദേവി പാത്രമൊക്കെ കഴിച്ച പാത്രം കഴുകാൻ പോവാണ്. മീനാക്ഷി പറയണ്ട, അതൊന്നും വേണ്ട, ഞാൻ കഴുകി വെച്ചോളാം. എടി, ഒരു പാത്രം കഴുകാനുള്ള ആരോഗ്യമൊക്കെ എനിക്കില്ലെന്നാണോ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഉണ്ടായിരിക്കാം, പക്ഷേ ഇപ്പം ഞാൻ തന്നെ കഴുകിക്കോളാം. ഏട്ടതി അവിടെ അങ്ങോട്ട് ഇരുന്നേ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ദേവിയുടെ വയറ്റിൽ കുഞ്ഞ് അനങ്ങുന്നുണ്ട് കേട്ടോ. ദേ അനങ്ങുന്നുണ്ട് കുഞ്ഞ് എന്ന് പറയുമ്പോൾ മീനാക്ഷി ഓടി വന്ന് കുഞ്ഞിനോട് ആ വയറ്റിലേക്കും പിടിച്ചു വെച്ചിട്ട് സംസാരിക്കാം കേട്ടോ. ദേ മോനെ, ഇതാരാ സംസാരിക്കണമെന്ന് നിനക്കറിയോ? നിൻ്റെ ചെറിയമ്മയാ, ഒരാളല്ല കേട്ടോ, എത്ര പേരാ ഉള്ളത്. മിത്ര ചെറിയമ്മയുണ്ട്, ഞാൻ മീനാക്ഷി, പിന്നെ അനു ഉണ്ട്. അങ്ങനെയൊക്കെ കുഞ്ഞിനോട് സംസാരിക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും അനങ്ങണുണ്ട്. കണ്ടോ കുഞ്ഞ് അനങ്ങണുണ്ടില്ലേ? അങ്ങനെ അത് രണ്ടുപേർക്കും അതൊരു സന്തോഷമാവണം കേട്ടോ ആ സമയത്ത് അങ്ങനെ കുഞ്ഞനങ്ങണത്. അപ്പോൾ ഇതേ സമയത്ത് തന്നെയാണ് അപ്പുറത്ത് അലോക് പതിയെ ഇപ്പുറത്തേക്ക് ചാടി വരുന്നുണ്ട്. മതിലിൽ ചാടി നമ്മുടെ ദേവമംഗലത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ സുകന്യാണെങ്കിൽ അവിടെ നിന്ന് പറയുന്നുണ്ട്, എടാ നീ അടുക്കള വശത്തേക്ക് വരാൻ. അങ്ങനെ അടുക്കള ഭാഗത്തേക്ക് വന്ന് ഡോറ് തുറന്നു കൊടുക്കാൻ കേട്ടോ സുകന്യ. അന്നേരം നമ്മൾ അലോക് ചോദിക്കുന്നുണ്ട്, എന്തേ കയറട്ടെ, അകത്ത് വരട്ടെ എന്ന്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മീനാക്ഷി ആണെങ്കിൽ ശ്രീദേവിക്ക് ഭക്ഷണം കൊടുത്ത പാത്രം കഴുകാനായിട്ട് കിച്ചണിലേക്ക് കയറി വരുവാണ്. അപ്പോൾ തന്നെ ഇവിടെ സുകന്യ, എന്താ ചേച്ചി ഇവിടെ? ചേച്ചി കുറേ നേരമായിട്ട് ഇവിടെ ഒന്നും കാണാനില്ലായിരുന്നല്ലോ, ഞാൻ എവിടെയൊക്കെ നോക്കി. അല്ല അത് എനിക്കാണെങ്കിൽ ഒരുപാട് ജോലി മുറിയിലുണ്ടായിരുന്നു. ആ ധർമ്മേട്ടനാണെങ്കിൽ ഒരുപാട് തുണിയൊക്കെ വാരിയിട്ടിട്ട് പോയി. അതൊക്കെ എനിക്ക് അലക്കാനും പിന്നെ തേക്കാനും ഒക്കെ ഉണ്ടായിരുന്നേ, അതുകൊണ്ടാണ്. അത് ശരി. അല്ല ചേച്ചി എന്താ ഇവിടെ നിൽക്കണേ? ഒന്നുമില്ല എന്ന് പറഞ്ഞു ആ ഡോറ് മീനാക്ഷി കണ്ടതും പതുക്കെ അങ്ങ് അടച്ചു വിട്ടു. മീനാക്ഷിക്ക് ചെറിയൊരു സംശയം തോന്നുന്നുണ്ട്, ഇവരെന്താ ഇവിടെ നിന്ന് കറങ്ങണേ. എന്നിട്ട് മീനാക്ഷി കൊണ്ടുവന്ന പാത്രമൊക്കെ കഴുകുമ്പോഴത്തേക്കും സുകന്യ ഓടി വന്ന് പറയണം, മീനാക്ഷി എന്തിനാ ഇതൊക്കെ കഴുകുന്നേ, ഇങ്ങെടുക്ക്, ഞാൻ കഴുകാം. വേണ്ട ഞാൻ നിന്നെ കഴുകിക്കൊള്ളാം. അതെന്താ മീനാക്ഷി? പിന്നെ ദേവി എൻ്റെയും കൂടെ അനിയത്തിയല്ലേ, അപ്പോൾ അവൾ കഴിച്ച പാത്രം ഞാൻ കഴുകുന്നതുകൊണ്ട് എന്താ കുഴപ്പം? ഇങ്ങോട്ടാ, നിനക്ക് വേറെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ നീ ചെന്ന് ചെയ്തോ, ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് മീനാക്ഷി അവിടുന്ന് പറഞ്ഞു വിടാണ് കേട്ടോ. എങ്ങനെയെങ്കിലും മീനാക്ഷി മനസ്സോടുകൂടി കിച്ചണിൽ നിന്ന് നേരെ മുറിയിലേക്ക് പോവാണ്. ആ നേരത്ത് അലോകിന് വേണ്ടിയിട്ട് വീണ്ടും അടുക്കള വാതിൽ തുറന്നു കൊടുക്കുകയാണ് ഈ സുകന്യ. അലോക് പതുക്കെ കയറി വന്നിട്ട് അലോകിന് മുറി കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അനുമോൾ അതിനകത്ത് ബെഡിൽ ഇരിപ്പുണ്ട്, ഡോറും തുറന്ന് കിടക്കുകയാണ്. അപ്പോൾ ചെറിയൊരു ശബ്ദം കേൾക്കുന്നുണ്ട്, ഡോറിൻ്റെ സൈഡിൽ വന്ന് കൊട്ടാണ്. പതിയെ തിരിഞ്ഞു നോക്കുമ്പോൾ അലോക് ആകെ പേടിച്ച് വറക്കാനുണ്ട് നമ്മൾ അനുമോൾ. ഇവൻ ഇങ്ങോട്ട് അകത്തോട്ട് കയറി വരും. എന്തിനാടാ നീ ഇങ്ങോട്ട് വന്നത്? നിന്നോട് ഇങ്ങോട്ട് വരരുതെന്നല്ലേ ഞാൻ പറഞ്ഞത്? അനു, ഞാൻ പറയുന്നത് കേൾക്ക്, ഇറങ്ങടാന്ന് പറയാം. പെട്ടെന്ന് അനുവിൻ്റെ വായിലേക്ക് അങ്ങോട്ട് പൊത്തി പിടിക്കുന്നുണ്ട് അലോക്. മിണ്ടാതിരിക്കടി, നീ ഇങ്ങനെ കിടന്ന് അലറല്ലേ, ഞാൻ പറയുന്നത് മുഴുവനും കേൾക്കും. അലോക് എന്നെ വിടടാന്ന് പറയാം. അവസാനം നമ്മുടെ അനുമോളാണെങ്കിൽ അങ്ങോട്ട് കുതറി മാറും കേട്ടോ. നീ എന്തിനാണ് ഇവിടെ വന്നത്? അനുമോളെ, എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. ദുഷ്ടൻ വന്നിരിക്കുന്നു, നിന്നെ എനിക്ക് കാണണ്ടെന്ന് ഞാൻ പലതവണ പറഞ്ഞതാ. പിന്നെ നിന്നോട് ആരാടാ പറഞ്ഞത് ഇങ്ങോട്ട് കയറി വരാൻ, ഇതിനകത്ത് വരാൻ? നിനക്ക് ആരാ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് നിന്നെ എന്നൊക്കെ ഇങ്ങനെ അനുമോൾ ചോദിക്കണം. അവസാനം പെട്ടെന്ന് തന്നെ, നീ എന്തൊക്കെ തന്നെ വന്നാലും നിന്നെ എനിക്കിനി സ്വീകരിക്കാനാവില്ല. ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ആത്മാർത്ഥമായിട്ട് മാത്രമായിരുന്നു. സ്വന്തം അച്ഛനെ അമ്മയും കൂടപ്പിറപ്പുകളെയും ഒക്കെ വെറുപ്പിച്ചിട്ട് ഒരു പെണ്ണൊരുത്തനെ സ്നേഹിക്കണമെങ്കിലേ അവനെ സ്നേഹം മാത്രമല്ല വിശ്വാസം കൂടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ആ വിശ്വാസമാണ് നീയായിട്ട് തകർത്ത് കളഞ്ഞു. അതുകൊണ്ട് ഇനി എനിക്ക് നിന്നെ സ്നേഹിക്കാനാവില്ല, ഇറങ്ങിപ്പോ, നീ പരമദുഷ്ടനാ. അനുമോളെ, അതിൻ്റെ കാല് പിടിക്കാം, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, ഇനി അതങ്ങനെ ഉണ്ടാവില്ല, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ കയ്യിൽ നിന്ന് ഗ്ലാസ് അവിടെ തട്ടി വീഴുവാണ് കേട്ടോ.
ആ സമയത്ത് മീനാക്ഷി എന്താ അനുമോളെ മുറിയിൽ എന്താ സൗണ്ട് എന്ന് ചോദിക്കുക. അയ്യോ പെട്ടെന്ന് എന്നെ പേടിച്ച് പറിക്കണം കേട്ടോ അനുമോളോ, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്നില്ല. ഒന്നുമില്ല എടുത്തി. അതെ ഇവിടെ എൻ്റെ കൈതട്ടി ക്ലാസ് പോയതാ. ആ ശരി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ എന്നെ വിളിച്ചോട്ടോ. ആ ശരി ഏട്ടത്തി എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ സുകന്യ കയറി വരുവാണ് പതുക്കെ. എന്താണ് ഇവിടെ ബഹളം? എന്താ? അല്ല പിന്നെ സുകന്യയുടെ അടുത്ത് അനുമോള് പറയാ, ചേച്ചി ഇവൻ ആരാ ഇങ്ങോട്ട് കടത്തി വിട്ടത്? ഇവനോട് ഞാൻ വരരുതെന്ന് പറഞ്ഞതല്ലേ? ചേച്ചിയും പറഞ്ഞതല്ലേ ഇങ്ങോട്ട് വരരുതെന്ന്? എന്നിട്ട് കയറി വന്നേക്കുന്നത് കണ്ടോ? അതാണ് ഞാനും ചോദിക്കുന്നത്, നീ എന്തിനാടാ വന്നത് എന്ന് ഒന്നും അറിയാത്ത പോലെ ചോദിക്കുക കേട്ടോ. അപ്പം ഉടനെ പറയണ്ട, ചേച്ചി എനിക്ക് ഇവളില്ലാതെ ജീവിക്കാനാവില്ല, ഇവളെ ഞാൻ അത്രയ്ക്ക് മനസ്സിൽ കൊണ്ട് നടന്നതാ. എടാ നിനക്ക് അങ്ങനെ സ്നേഹമാണെങ്കിൽ നീ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് ഉടനെ ചോദിക്കുകയാണ്. എന്തായാലും നീ ഒരു കാര്യം ചെയ്യും, ഇവിടുന്ന് പോ, അതാണ് നല്ലത്. അപ്പം തന്നെ അനുമോളങ്ങ് ദേഷ്യം പിടിച്ച് കഴിഞ്ഞാൽ, മര്യാദയ്ക്ക് ആലോകെ നീ ഇവിടുന്ന് ഇറങ്ങിപ്പോ, ഇല്ലെങ്കിൽ ഇവിടെയുള്ള എന്തെങ്കിലും സാധനം നിൻ്റെ തലയിൽ അടിച്ച് പൊട്ടിക്കോടാ ഞാനെന്ന് പറയാം. അപ്പോൾ സുകന്യയ്ക്ക് മനസ്സിലായി കാര്യം എന്തായാലും ഇവൾ അടങ്ങുന്ന പ്രശ്നമില്ലാന്ന്. അങ്ങനെ അടങ്ങിയില്ലെങ്കിൽ ഇവർ രണ്ടുപേരെയും ഒരുമിച്ച് ഒരു മുറിയിൽ നിന്ന് പിടിച്ചിറക്കുന്നത് എല്ലാവരെയും കാണിച്ചു കൊടുക്കണമെന്നാണല്ലോ സുകന്യയുടെ രീതി. അന്നേരം പെട്ടെന്ന് തന്നെ അനുമോളുടെ ആ ഒരു സൈഡിൽ നിന്നും കൊണ്ട് പറയാം, അനുമോൾ പറഞ്ഞത് നീ കേട്ടില്ല അലോകെ, നീ ഇറങ്ങി പോവാൻ എന്ന് ഇത്രയും പറഞ്ഞിട്ട് വീണ്ടും മാറി നിന്നിട്ട് പറയാം, അല്ലെങ്കിലേ ഇനിയിപ്പോൾ ഇവിടെ ആരെങ്കിലും കണ്ട ആകെ കുഴപ്പമാവും. ഞാനൊരു കാര്യം ചെയ്യാം, നീ പോയില്ലെങ്കിൽ ഞാൻ അവിടെ മീനാക്ഷിയോ ദേവിയോ ആരെങ്കിലും വിളിച്ചിട്ട് വരാം, അല്ലാതെ പറ്റത്തില്ല നിന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കാൻ എന്നിങ്ങനെ പറയാട്ടോ. ഉടനെ തന്നെ അനുമോൾ അങ്ങ് പേടിച്ചു. അയ്യോ ചേച്ചി അതൊന്നും വേണ്ട, അവരാരെയും വിളിക്കണ്ട. അതെന്താ മോളെ? വേണ്ട, അവരറിഞ്ഞാൽ ശരിയാവത്തില്ല. അപ്പം തന്നെ അനുമോളൊന്ന് പേടിക്കാനുണ്ട്. ഭയങ്കര ദുഷ്ടയായ ഈ ഒരു സുകന്യ പറഞ്ഞു കൊടുക്കണം കേട്ടോ. എന്നിട്ട് പറയാം, എന്നാൽ ഒരു കാര്യം ചെയ്യും, നിങ്ങളിവിടെ നിന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ സെറ്റിലേ, ഞാൻ പുറത്ത് അവരിങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് നോക്കാം, ഇനിയിപ്പോൾ അവരറിഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്നും പറഞ്ഞ് വീണ്ടും അനുമോൾക്കും അലോകിനും സ്നേഹിക്കാനും സംസാരിച്ച് കാര്യങ്ങൾ പരസ്പരം ബോധ്യപ്പെടുത്താനും വേണ്ടിയിട്ട് അവസരം ഒരുക്കി കൊടുത്തിട്ട് സുകന്യ വീണ്ടും പുറത്തേക്ക് പോയി. അങ്ങനെ അകത്ത് നിന്ന് അലോക് അനുമോളോട് പറയാം, അനുമോളെ ഞാൻ നിന്നോട് പറയാം, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ഇല്ലെങ്കിലേ ഞാനിവിടെ ഈ ഫാനിൽ കെട്ടിത്തൂങ്ങി മരിക്കും. സുകന്യ പോണതിന് മുമ്പേ അതും കൂടെ പറഞ്ഞിട്ടാണ് പോയത് കേട്ടോ അലോകെ. ഇവനെ ആത്മഹത്യക്ക് ശ്രമിക്കുമെന്ന് പറഞ്ഞിരുന്നു എന്നൊക്കെയാണ് ഇന്നലെ എന്നോട് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സുകന്യ പോണത്. അപ്പോൾ അത് തന്നെ ഒരു കാര്യമൊന്നും പറഞ്ഞും കൊണ്ട് നമ്മൾ അലോക് അനുമോളോട് പറയാം, നീ എന്നെ ഇഷ്ടമാണ്, എന്നെ വീണ്ടും പഴയ പോലെ സ്വീകരിച്ചില്ല, എന്നെ സ്നേഹിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കെട്ടിത്തൂങ്ങി മരിക്കും എന്ന് പറയുമ്പോൾ തന്നെ അനുമോള് പറയാം, ദേ അലോകെ മര്യാദയ്ക്ക് നീ ഇറങ്ങിപ്പോക്കോ, അല്ലെങ്കിൽ നിന്നെ എന്നെയും കൂടെ ഈ മുറിക്കകത്ത് നിന്ന് ആരെങ്കിലും കണ്ടുപിടിച്ചാൽ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല, അതോടെ എല്ലാം തീരും എന്ന് അനുമോളും പറയാട്ടോ. അപ്പോഴാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ ഗോമതി പുറത്ത് പോയിട്ടുണ്ടല്ലോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് അങ്ങാടിക്കടയിൽ. ഇതെല്ലാം വാങ്ങി ഇങ്ങോട്ട് തിരിച്ചു വരുവാണ് കേട്ടോ. വന്ന് ഇവിടെ എല്ലാവരെയും വിളിക്കുകയാണ്, മീനാക്ഷി ദേവി മോളെ ഇങ്ങോട്ട് വന്നേ, എല്ലാവരും വന്നേ, അനു എന്ന് വിളിക്കും. ഇവിടെ അനുമോള് അയ്യോ അമ്മ വന്നല്ലോ ഈശ്വര എന്ന് പറഞ്ഞ് പേടിച്ച് പറയ്ക്കും. ഇടാ നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞത് ഇറങ്ങിപ്പോവാൻ, എൻ്റെ ജീവിതം തൊലയ്ക്കാൻ വേണ്ടി എൻ്റെ അമ്മയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചവനല്ലടാ നീ. നിന്നെ ഞാൻ ഇനി എങ്ങനെടാ സ്നേഹിക്കുന്നത്? പറ ദുഷ്ട പറയടാ. എടി എനിക്കൊരു അബദ്ധം പറ്റിപ്പോയത് അനുമോളെ, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല, ഞാൻ അത്രത്തോളം നിന്നെ ഞാൻ സ്നേഹിച്ചു പോയി. മതി നിൻ്റെ അഭിനയമൊന്നും നീ എൻ്റെ അടുത്ത് എടുത്തുകൊണ്ട് വന്നേക്കരുത്, ഇവിടെ നിന്ന് നീ മര്യാദയ്ക്ക് ഇറങ്ങിപ്പോകണം. നീ അമ്മ വന്നു, ഇനി എങ്ങനെ പോവാനാ? ആകെ പേടിക്കാന്ന്. ഞാൻ പറഞ്ഞ നീ കേട്ടല്ലോ, നിന്നെയും കൂടെ ഇതിനകത്ത് വെച്ച് ആരെങ്കിലും കണ്ടാൽ അതോടുകൂടി ഞാൻ എൻ്റെ ജീവിതം അങ്ങ് അവസാനിപ്പിക്കും, അത് നീ മനസ്സിൽ ഓർത്തു വെച്ചോ എന്നിങ്ങനെ പറഞ്ഞിട്ട് പോലും അലോകിന് ഒരു കുലുക്കമില്ല. എന്നാൽ പിന്നെ അത് തന്നെ നടക്കട്ടെ എന്നുള്ള രീതിയിൽ അവിടെ കസേരയിട്ട് അങ്ങോട്ട് കയറി ഇരിക്കാനുള്ള അലോക് അനങ്ങട് പോലുമില്ല. നീ സമ്മതിച്ചില്ലെങ്കിൽ ഞാനും ഈ ഫാനിലങ്ങ് കെട്ടിത്തൂങ്ങും. അത് കേൾക്കുമ്പോൾ അനുമോള് വീണ്ടും ടെൻഷൻ ആവുകയാണ് കേട്ടോ. അലോക് ഇനി അങ്ങനെ ചെയ്താലോ? അങ്ങനെ അനു ആകെ തകർന്ന് ആ ഒരു ബെഡിലേക്ക് അങ്ങ് ഇരിക്കുകയാണ്. അപ്പോൾ പുറത്തുനിന്ന് നമ്മുടെ ഗോമതി വിളിക്കുമ്പോഴത്തേക്കും മീനാക്ഷി ചെല്ലാണ്, ദേവിയും ചെല്ലണം കേട്ടോ. അപ്പോൾ ദേവിക്ക് ആദ്യം തന്നെ വാങ്ങിച്ചുകൊണ്ട് വന്നതിൽ ഒരു പങ്ക് ഇലയുടെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്ത് ദേവിക്ക് കൊടുക്കുകയാണ്. മോളെ ഇഷ്ടമായ കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അതും കണ്ടുകൊണ്ട് മീനാക്ഷി വന്നിട്ട് പറയാം, ഈ ഇലയുടെ മൂത്ത മരുമകൾക്ക് മാത്രമല്ല ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ. എടി കുറുമ്പി, അവൾ ഗർഭിണിയല്ലേ, പിന്നെ നീയും ഇതുപോലൊരു അവസ്ഥയിലായിരുന്നെങ്കിൽ നിനക്കായിരിക്കും ഞാൻ ആദ്യം തരുന്നത്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു താല്പര്യമൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ മീനാക്ഷി പറയാം, ആദ്യമേ ഞങ്ങളുടെ കുട്ടികളിയൊക്കെ ഒന്ന് മാറട്ടെ, അത് കഴിഞ്ഞ് മതി ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി കളിയാക്കി ചിരിക്കുകയാണ്. അപ്പോഴാണ് സുകന്യ കയറി വരുന്നത്. സുകന്യ ഓടി ഹാളിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ ഗോമതി ഇരിക്കുകയാണ്. അയ്യോ ഗോമതി ചേച്ചിയോ, എൻ്റെ ദൈവമേ ആകെ പെട്ടല്ലോ ഈശ്വര എന്ന് പറഞ്ഞ് അവർ പെട്ടെന്ന് തിരിച്ചു പോണതും ഗോമതി കാണാണ്. സുകന്യെ എന്താ അവിടെ? വാ, വന്നിട്ട് എന്താ നീ തിരിഞ്ഞു പോകുന്നത്? വന്നേ, സുകന്യക്കുള്ളത് ഇതിലുണ്ട്, വാ വന്ന് കഴിക്കുക. അനുമോളെ നീ എന്താ മുറിക്കാതെ ചെയ്യുന്നത്? നീ ഇങ്ങോട്ട് ഇറങ്ങി വന്നേന്നും പറഞ്ഞു
പറഞ്ഞുകൊണ്ട് ഗോമതി അവിടെ നിന്ന് ഉച്ചത്തിൽ വിളിക്കുകയാണ്. അനു ആകെ തകർന്നു. പുറത്തേക്ക് പോകണോ ഇറങ്ങണോ, ഇവനെ ഇതിനകത്ത് ഇരുത്തിക്കൊണ്ട് എങ്ങനെയാണ് ആകെപ്പാട് അനു എന്ത് ചെയ്യണമെന്നറിയാതെ തളർന്ന് അവിടെ ഇരിക്കുന്ന എപ്പിസോഡ് ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്